ഹായ് ഫ്രണ്ട്സ്, നമ്മൾ റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിൽ ഫിസിക്സിൻ്റെ അടുത്ത പാഠഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് കൂടെ, ഫിസിക്സിൽ വരുന്ന ന്യൂമറിക്കൽസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി എന്നുള്ള പാഠഭാഗത്തിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഗ്രൂപ്പ് ഡി NTPC എക്സാംസിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന പാഠഭാഗങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. വേവ്സിൽ നിന്ന്, സൗണ്ടിൽ നിന്ന്, ഇലക്ട്രിസിറ്റിയിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ്. എന്താണ് ഇലക്ട്രിസിറ്റി? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഒരു ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ഫാദർ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുകയാണ്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് മൈക്കൽ ഫാരഡേ ആണ്. ആരാണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി? മൈക്കൽ ഫാരഡേ ആണ്. മൈക്കൽ ഫാരഡയെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് പോയിന്റ് കൂടെ പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. അതുപോലെ കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവന്നത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. ഡയനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡിസ്കവർ ചെയ്തത് മൈക്കൽ ഫാരഡേ ആണ്. അപ്പം നമ്മൾ മൈക്കൽ ഫാരഡയെ കുറിച്ച് 5 പോയിന്റ് ആണ് പറഞ്ഞത്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, ലോ ഓഫ് ഇലക്ട്രോളിസിസ്, കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഡയനാമോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതുപോലെ തന്നെ നമ്മൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് ഇലക്ട്രോ മാഗ്നറ്റിസം ഡിസ്കവർ ചെയ്തത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിസം ഡിസ്കവർ ചെയ്തതാരാണ്? ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. ഇനി അടുത്തത് എന്തൊക്കെയാണ് ഇലക്ട്രിസിറ്റിയുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഇതൊരു ബേസ് ആയിട്ട് പറയാണ്, പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോ മാഗ്നറ്റിസം. ഈ 5 പ്രോപ്പർട്ടീസ് ആണ് എന്തിനുള്ളത്? ഇലക്ട്രിസിറ്റിക്ക് ഉള്ളത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ചാർജ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് ഇലക്ട്രിസിറ്റി എന്നൊരു കൺസെപ്റ്റ് തന്നെയുള്ളൂ. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോം ആണ് എന്ത് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ്. ആദ്യമായി ഇലക്ട്രിക് ചാർജ് കണ്ടെത്തിയത് ആംബർ എന്ന് പറയുന്ന ഒരു വസ്തുവിലാണ്. എന്തിലാണ്? ആംബർ എന്ന് പറയുന്ന വസ്തുവിലാണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ചാർജ് കണ്ടെത്തിയത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നിങ്ങനെ പേര് കൊടുത്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ചാർജസിന് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പേര് കൊടുത്തത്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് കറന്റ്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഇലക്ട്രിക് കറന്റ്. ഇതാണ് എന്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് കറന്റ്? ഫ്ലോ ഓഫ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ത്രൂ എ മീഡിയം. ഒരു മീഡിയത്തിലൂടെ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ ഒരു ഫ്ലോയിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറന്റ്. നമ്മൾ വയർ ഒരു മീഡിയം ആയിട്ട് ആലോചിക്കുക. അതിൽ കൂടെ എന്ത് പാസ് ചെയ്യുന്നു? ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറന്റ് എങ്ങനെയാ കാണുന്നത്? ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. ഒരു നിശ്ചിത സമയത്ത് എത്ര ഇലക്ട്രിക് ചാർജ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് ആണ് എന്ത്? ആംപിയർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം, ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. തെറ്റരുത്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഇനി കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് എന്ത്? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എല്ലാം കേട്ടിട്ടുണ്ടാവും. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നല്ല കണ്ടക്ടേഴ്സിലെല്ലാം
ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്താ, മെറ്റൽസ് എന്ന് പറയുന്നത്. മെറ്റൽസ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഗുഡ് കണ്ടക്ടർ ആയിരിക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ഏതാണെന്ന്, ബെസ്റ്റ് കണ്ടക്ടർ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സിൽവർ ആണ് എന്ത്, ബെസ്റ്റ് കണ്ടക്ടർ. ഇനി അതിൽ തന്നെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. എന്താണ്, ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഒരു നല്ല കണ്ടക്ടറാണ്. നമുക്കറിയാം പെൻസിലിലേക്ക് കാണുന്ന ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നല്ല കണ്ടക്ടറാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രാഫൈറ്റിനെ അവിടെ എടുത്തു പറയുന്നത് വെച്ചാൽ, സാധാരണ മെറ്റൽസ് ആണ് എന്ത്, നല്ല കണ്ടക്ടേഴ്സ് ആയിട്ടുള്ളത്. ഗ്രാഫൈറ്റ് ഒരു നോൺ മെറ്റൽ ആണ്, എങ്കിൽ കൂടി എന്താണത്, നല്ല ഒരു കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ഒരു നോൺ മെറ്റൽ ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് എടുത്തെടുത്ത് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് എർത്ത്, നമ്മുടെ ഭൂമി ഒരു നല്ല കണ്ടക്ടറാണ്. പ്രത്യേകിച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്താണ്, വളരെ ഗുഡ് കണ്ടക്ടറാണ്. ഇനി ലൈറ്റ്നിങ് കണ്ടക്ടർ വാസ് ഇൻവെന്റഡ് ബൈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരുപാട് തവണ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് കേൾക്കുന്നതാണ്. എന്ത്, ലൈറ്റ്നിങ് കണ്ടക്ടർ വാസ് ഇൻവെന്റഡ് ബൈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നേരത്തെ നമ്മൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മറ്റൊരു സ്ഥലത്ത് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്, ചാർജസിന് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പേര് കൊടുത്തത് കൂടെ ആരാണ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഇനി അടുത്തതാണ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിന്റെ പ്രത്യേകത എന്താണ്, അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് പാസ് ഇലക്ട്രിസിറ്റി. അതില് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്ത്, പോഴ്സലൈൻ. ഇൻസുലേറ്റേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, പോഴ്സലൈൻ, ഗ്ലാസ്, മൈക്ക എന്നിവയെല്ലാം. മൈക്ക ചോദിച്ചിട്ടുണ്ട്, പോഴ്സലൈൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് എന്ത്, പോഴ്സലൈൻ എന്ന് പറയുന്നത്. പോഴ്സലൈൻ എന്താണ്, ഒരു ഇൻസുലേറ്റർ ആണ്. അതൊരു സെറാമിക് മെറ്റീരിയൽ ആണ്. അതിൽ കൂടെ എന്ത് കടത്തിവിടാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി കടത്തിവിടാനായിട്ട് പറ്റില്ല. ഇനി അടുത്തതാണ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാർഷ്യലി കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെ പാർഷ്യൽ ആയിട്ട് കടത്തിവിടുന്നവയാണ് എന്ത്, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണം ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്, ജർമ്മേനിയും സിലിക്കണുമാണ് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ഉള്ളത്. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റീജിയൻ വിച്ച് സറൗണ്ട് ദ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഫ്ലോവിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞത്. അതിന് ചുറ്റുമുള്ള റീജിയനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ഹോളോ കണ്ടക്ടർ. ഹോളോ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് പൊള്ളയായിട്ടുള്ള ഒരു ഭാഗം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് എ ചാർജ് ഹോളോ കണ്ടക്ടർ ഇസ് 0. ചാർജ് ഗിവൺ ടു സച്ച് കണ്ടക്ടർ റിമൈൻസ് ഓൺ ഇറ്റ് സർഫസ് ഓൺലി. ഒരു ഹോളോ കണ്ടക്ടറിന്റെ സർഫസിൽ മാത്രമേ എപ്പോഴും എന്തുണ്ടാവുള്ളൂ, ചാർജ് ഉണ്ടാവുള്ളൂ. അതിന്റെ ഇൻസൈഡ് ചാർജ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത്, ലൈറ്റ്നിങ് ഉണ്ടാവുന്ന സമയത്ത് കാറിലോ ബസ്സിലോ ഇരിക്കുന്നത് എന്താണ്, സേഫ് ആണ്. കാറിന്റെ അകത്തോ ബസ്സിന്റെ അകത്തോ എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് സേഫ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, ഇലക്ട്രിസിറ്റി ആണ് എന്ത് ചെയ്യുന്നത്. ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ ഇലക്ട്രിസിറ്റി വരും എന്ന് പറയില്ലേ, ഇലക്ട്രിസിറ്റി പാസ് ആവും എന്ന് പറയൂല്ലേ. അപ്പം ആ സമയത്ത് എന്താണ്, ഈ ഹോളോ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അതിന്റെ സർഫസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചാർജ് ഉണ്ടാവുകയുള്ളൂ. അകത്ത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈറ്റ്നിങ് സമയത്ത് കാറിന്റെ അകത്തോ ബസ്സിന്റെ അകത്തോ ഇരിക്കുന്നത് സേഫർ ആണെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നല്ലോണം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചു പോകണം. ഓക്കെ, അടുത്തതാണ് ഇലക്ട്രോലിസിസ്. എന്താണ് ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കെമിക്കൽ സബ്സ്റ്റൻസ് വെൻ ആൻ ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കെമിക്കൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ കെമിക്കൽ എന്തായി പോവും, സ്പ്ലിറ്റ് ആയി പോവും. ആ പ്രോസസ്സിനെയാണ് പറയുന്നത് എന്ത്, ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോലിസിസിൽ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്തൊക്കെ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ. ഇതിലോട്ടെല്ലാം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആയി പോവും. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻക്രീസസ് വിത്ത് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള അതിന്റെ കപ്പാസിറ്റി എന്ത് ചെയ്യും, ഇലക്ട്രോലൈറ്റിന്റെ കപ്പാസിറ്റി എന്ത് ചെയ്യും, കൂടും.
ആ ഒരു പോയിന്റ് കൂടെ എന്ത് ചെയ്യുക, ഇതിന്റെ കൂട്ടത്തിൽ ഓർക്കുക. അടുത്തൊരു ടേമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി? അറ്റ് വെരി ലോ ടെമ്പറേച്ചർ മോസ്റ്റ് ഓഫ് ദി മെറ്റൽ അലൗ കറന്റ് ടു പാസ് ഫ്രീലി ത്രൂ ദം. അതായത് ചൂട് കുറയുന്ന സമയത്ത്, വളരെ ടെമ്പറേച്ചർ ലോ ആവുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദി മെറ്റൽസും, പകുതിയിൽ കൂടുതൽ മെറ്റൽസും എന്ത് ചെയ്യും, ഈസി ആയിട്ട് കറണ്ടിനെ പാസ് ചെയ്യും. അതായത് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ മോസ്റ്റ് ഓഫ് ദി മെറ്റൽസും എന്ത് ചെയ്യും, കറണ്ടിനെ പാസ് ചെയ്യാൻ അലോ ചെയ്യും. ഈ ഫിനോമിനന് പറയുന്ന പേരാണ് എന്ത്, സൂപ്പർ കണ്ടക്ടിവിറ്റി. അങ്ങനെയുള്ള മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് എന്ത്, സൂപ്പർ കണ്ടക്ടേഴ്സ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ത്, സെറാമിക്സ് എന്ന് പറയുന്നത്. അത് വളരെ ലോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള ഈ സംഭവം കണ്ടെത്തിയത്, ഡിസ്കവർ ചെയ്തത് ഏത് സയന്റിസ്റ്റ് ആണ്? കാമർലിൻ ഓൺസ്. ആരാണ്? കാമർലിൻ ഓൺസ് ആണ് എന്ത് ചെയ്തത്, സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടെത്തിയത്. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് എന്ത്, റെസിസ്റ്റൻസ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നവയാണ് എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ്. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രതിരോധിക്കുകയാണ്, ഒപ്പോസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ പ്രതിരോധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൈയിനെ നീട്ടി കാണിക്കുക. അപ്പം ഇങ്ങനെ നോക്കൂ, ഓം ഓം എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കാണിക്കാറില്ലേ? അപ്പോൾ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് എന്ത്, ഓം എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫ്ലോ ഓഫ് കറണ്ട് എന്ത് ചെയ്യും, നടക്കും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പോസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ കണ്ടക്ടിവിറ്റി എന്താണ്, എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് സീമെൻസ്. എന്താണ്? സീമെൻസ്. അതുപോലെ തന്നെ MHO. നേരത്തെ നമ്മൾ റെസിസ്റ്റൻസ് ഓം ആണ് പറഞ്ഞു, OHM ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് എന്താണ്, MHO. അല്ലെങ്കിൽ 1 Siemens is equal to 1/ohm. Conductivity is inversely proportional to the resistance. Okay. ഇനി കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? അതായത് റെസിസ്റ്റൻസിനെ നമ്മൾ ഒരു സർക്യൂട്ട് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സർക്യൂട്ടിനെ രണ്ട് രീതിയിൽ നമ്മൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെയാണ്? സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും. അപ്പൊ അതില് ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, അതായത് രണ്ട് ബൾബ് 60 വോട്ടിന്റെയും 100 വോട്ടിന്റെയും രണ്ട് ബൾബിനെ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 വാട്ട് ബൾബ് എന്ത് ചെയ്യും, കൂടുതൽ ഗ്ലോ ചെയ്യും, കൂടുതൽ കത്തും, കൂടുതൽ പ്രകാശം തരും. ഇഫ് ദി സെയിം കണക്റ്റഡ് ഇൻ സീരീസ്, ഇതേപോലെ തന്നെ 60 വോട്ടിന്റെയും 100 വോട്ടിന്റെയും രണ്ട് ബൾബുകളെ സീരീസിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60 വോട്ട് ബൾബാണ് എന്ത് ചെയ്യുക, കൂടുതൽ തിളക്കം ഉണ്ടാവുക. കാരണം അതിന്റെ റെസിസ്റ്റൻസ് 100 വോട്ട് ബൾബിനേക്കാളും കൂടുതലായിരിക്കും. ഈ രണ്ട് പോയിന്റ് എന്ത് ചെയ്യുക, ഇതിന്റെ കൂട്ടത്തിൽ ഓർക്കുക. ഇനി ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ ഡെവലപ്പ് ചെയ്തത് തോമസ് ആൽവ എഡിസൺ ആണ്. ഓർത്തുവെക്കുക, ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ ഡെവലപ്പ് ചെയ്തത് തോമസ് ആൽവ എഡിസൺ ആണ്. രണ്ട് ടൈപ്പ് കറണ്ട് ഉണ്ട് അല്ലെ, AC DC. എല്ലാവർക്കും അറിയുന്നതാണ് AC DC. AC എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് കറന്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡിനെ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യുന്നു. DC എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരേ ഡയറക്ഷനിലാണ്, യൂണി ഡയറക്ഷനിലാണ്. അതൊരിക്കലും അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. AC എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. DCയുടെ എക്സാമ്പിൾ ആണ് എന്ത്, ബാറ്ററി, സോളാർ സെൽസ് എന്ന് പറയുന്നത്. DC മുന്നേ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്, ഗാൽവനിക് കറന്റ്. ഈ AC-യും DC-യും കമ്പയർ ചെയ്യുമ്പോൾ AC-ക്കാണ് അഡ്വാൻറ്റേജസ് കൂടുതൽ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ലോങ് ഡിസ്റ്റൻസിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AC-യാണ് ഉപകാരപ്രദം. കാരണം പവർ ലോസ് എന്ത് ചെയ്യും, കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് AC-ക്ക് DC-യെക്കാളുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏത് ടൈപ്പാണ് നമ്മുടെ വീടുകളിൽ ഡൊമസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. AC ആണ് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ
വീടുകളിലെ വയറിങ്സ് എല്ലാം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സീരിയസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിൽ AC ആണ് ഉപയോഗിക്കാറ്. പാരലൽ കണക്ഷൻ ആണ് എന്ത് ചെയ്യാറുള്ളത്, വയറിങ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനും ഈക്വൽ സപ്ലൈ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ AC ആണ് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യുന്നത്, പാരലൽ കണക്ഷനിലാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് 2-3 പ്രാവശ്യം പറഞ്ഞത്. ഓക്കെ, ഇനി ഇലക്ട്രിസിറ്റി ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് ഇസ് മെഷേർഡ് ഇൻ kWh. നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, kWh. നമ്മളുടെ വീട്ടിലുള്ള മീറ്ററിന് പറയുന്ന പേരെന്താ, Wh മീറ്റർ എന്നുള്ളതാണ്. എന്തൊക്കെയാണ്, kWh നമ്മുടെ വീട്ടിലെ കറണ്ട് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുന്നത്. നമ്മുടെ ആ മീറ്ററിന് പറയുന്ന പേരാണ് എന്ത്, Wh മീറ്റർ എന്നുള്ളത്. ഇനി പറയാൻ പോകുന്ന 3 പോയിന്റും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജ് എത്രയാണ്, 11 kV or 11,000 വോൾട്ട്, 11 kV or 11,000 വോൾട്ട് വൈദ്യുതിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് എത്രയാണ്, 11 kV ഇല്ലെങ്കിൽ 11,000 വോൾട്ട് ആണ്. അതുപോലെ തന്നെ വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്, വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 220 to 230 വോൾട്ട്. എത്രയാണ്, 220 to 230 വോൾട്ട് ആണ് ഹൗസ് ഹോൾഡ് യൂസിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 50 ഹെർട്സ് ആണ്, 50 ഹെർട്സ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 പോയിന്റ് നന്നായി ഓർത്തു വെക്കുക. ഇനി നമ്മൾ പ്രോബ്ലത്തിലോട്ട് കടക്കുകയാണ്. ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇനിയും കുറച്ചുകൂടെ, ഇനിയൊരു പാർട്ട് കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. അത്രയും വലിയ ടോപ്പിക്കാണ്. അപ്പൊ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ നോക്കാം. എ ട്രാൻസ്ഫോമർ ഹാസ് 1000 പ്രൈമറി ടേൺസ്. It is connected to 250 volts AC supply. ഒരു ട്രാൻസ്ഫോമറിൽ 1000 പ്രൈമറി ടേൺസ് ഉണ്ട്. അത് 250 വോൾട്ട് AC സപ്ലൈയിലോട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. ഫൈൻഡ് ദി നമ്പർ ഓഫ് സെക്കൻഡറി ടേൺസ് ടു ഗെറ്റ് എ സെക്കൻഡറി വോൾട്ടേജ് ഓഫ് 400 വോൾട്ട്സ്. 400 വോൾട്ട് കിട്ടാനായിട്ട് എത്ര നമ്പർ ഓഫ് സെക്കൻഡറി ടേൺസ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. ആക്ച്വലി ട്രാൻസ്ഫോമറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്താണ് നമ്പർ ഓഫ് ഒരു ട്രാൻസ്ഫോമറിൽ, അതിനു മുമ്പ് ഇതുകൂടെ പറയട്ടെ. ഒരു ട്രാൻസ്ഫോമറിൽ എപ്പോഴും എന്താണ്, 2 ടേൺസ് ഉണ്ടാവും, പ്രൈമറി ടേൺസും സെക്കൻഡറി ടേൺസ് എന്നും പറയുന്നത്. അപ്പം അതൊരു വൈൻഡിങ് ആണ്. അതൊരു മെറ്റാലിക് കോറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഈ താഴെ പറയുന്ന ഫോമുല എന്ത് ചെയ്യാൻ നോക്കുക. ദ നമ്പർ ഓഫ് പ്രൈമറി ടേൺസ് ബൈ നമ്പർ ഓഫ് സെക്കൻഡറി ടേൺസ് ഇസ് ഈക്വൽ ടു പ്രൈമറി വോൾട്ടേജ് ബൈ സെക്കൻഡറി വോൾട്ടേജ്. ഈ റേഷ്യോയിലായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക, ടേൺസും വോൾട്ടേജും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രൈമറി ടേൺസ് എത്രയാണ്, 1000 ബൈ നമ്മുടെ സെക്കൻഡറി ടേൺസ് നമുക്ക് അറിയില്ല, ഈക്വൽസ് പ്രൈമറി വോൾട്ടേജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 250 തന്നിട്ടുണ്ട്, ബൈ സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്, 400. അതായത് നമ്മൾ ടൈം ആൻഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. 10 ദിവസം കൊണ്ട് 4 പേര് 10 ദിവസം കൊണ്ട് പണി തീർക്കുമെങ്കിൽ 10 പേര് എത്ര ദിവസം കൊണ്ട് പണി തീർക്കും? ആ സെയിം ടൈപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതായത് 1000 പ്രൈമറി ടേൺസ് ഉള്ളത് 250 വോൾട്ടേജിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 400 വോൾട്ടേജ് കിട്ടാനായിട്ട് നമ്മൾ എത്ര സെക്കൻഡറി ടേൺസ് വേണം എന്നുള്ളതാണ്. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് 1600 എന്നുള്ളത് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എ സർട്ടൻ ഹൗസ് ഹോൾഡ് ഹാസ് കൺസ്യൂംഡ് 320 യൂണിറ്റ്സ് ഓഫ് എനർജി ഡ്യൂറിങ് എ മന്ത്. ഒരു വീട്ടില് 320 യൂണിറ്റ് കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എനർജിയാണ്, അത് ജൂളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂളിൽ അത് എത്ര എനർജിയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കുക,
1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇസ് ഈക്വൽ ടു, ഇത് പഠിച്ചു വെക്കുക. ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 3.6 ഇൻറ്റു 10⁻6 ജൂൾസ് ആണ്. എന്താണ്? 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻6 ജൂൾസ് ആണ്. സിമ്പിൾ ആണ്. എങ്ങനെയാണ്? 3.6 ഇൻറ്റു 320 ചെയ്താൽ മതി. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻6 ജൂൾ ആണെന്നുണ്ടെങ്കിൽ 320 യൂണിറ്റ് എത്രയായിരിക്കും? 320 ഇൻറ്റു 3.6 അത്രയേ ഉള്ളൂ. 1152 ഇൻറ്റു 10⁻6 ജൂൾസ് എന്നാണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If resistance of a circuit is doubled, then to maintain the same voltage, the flow of current in the circuit will എന്താണ് ചെയ്യേണ്ടത്? അതായത് ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനെ നമ്മൾ ഡബിൾ ചെയ്യാണ്, ഇരട്ടിയാക്കുകയാണ്, പ്രതിരോധത്തിനെ നമ്മൾ ഇരട്ടിയാക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം വോൾട്ടേജ് കിട്ടാൻ, ഇപ്പോൾ ഉള്ള അതേ വോൾട്ടേജ് കിട്ടാൻ ഫ്ലോ ഓഫ് കറന്റ് എന്ത് സംഭവിക്കും? ഡിക്രീസ് ബൈ ഹാഫ്, പകുതിയായി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? കാൽക്കുലേറ്റ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ റെസിസ്റ്റർ ഓഫ് 10 ohms when potential difference of 140 volt is applied across it. അതായത് V is equal to IR ആണ്. അതായത് വോൾട്ടേജ് is equal to കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. കറണ്ടിനെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് I എന്നുള്ള അക്ഷരം ഉപയോഗിച്ചിട്ടാണ്. ഓംസ് ലോ പ്രകാരം V is equal to എന്താണ്? IR ആണ്. ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. എന്താണ്? V വോൾട്ടേജ് തന്നിട്ടുണ്ട്, I ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, R 10 ohms എന്നുള്ളതാണെന്ന് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. 140 is equal to I into 10. അപ്പം I എന്ന് പറയുന്നത് 14 ആംപിയർ ആണ്. സോ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റിക്ക് ഇനിയൊരു പാർട്ട് കൂടെ ശരിക്കും ഉണ്ട്. അപ്പം നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടി ചെയ്ത് വലിയൊരു ലെങ്ത് ഉള്ള വീഡിയോ ആയി പോകുന്നുള്ളത് കൊണ്ടാണ്. സോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് പറയുക. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു.